വേണമെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് മാറാം. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. ദൈവം അറിയാതെ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇതൊക്കെ നേരത്തെ കർത്താവ് സഭയെ അറിയിച്ചതാണ്. അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? യുദ്ധമുണ്ടാകുമെന്ന് ആര് പറഞ്ഞു? പറഞ്ഞേ, കർത്താവ് പറഞ്ഞതാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. വേണമെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് മാറാം. അതിനുള്ള സാങ്കേതികമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രത്യാശ നമ്മൾ വിചാരിച്ചതിനേക്കാൾ, നമ്മൾ ചിന്തിച്ചതിനേക്കാൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തെന്നുള്ളതാണ്. ഏത് സമയത്തും കാഹളം ധ്വനിക്കാം. എത്ര ദൈവമക്കൾ അവരെ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഇന്ന് പകൽ നിങ്ങളുടെ മുഖത്ത് നിരാശയല്ല വരേണ്ടത്. ആത്മമണവാളൻ എന്നെ ചേർക്കാൻ വരുന്നല്ലോ എന്നുള്ള പ്രത്യാശ കൊണ്ട് എല്ലാവരുടെയും മുഖം പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവം അറിയാതെ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. രാജാക്കന്മാരെ വാഴിക്കുന്നതും രാജാക്കന്മാരെ ഇറക്കുന്നതും എല്ലാം ദൈവത്തിന്റെ കരമാണെങ്കിൽ, യുദ്ധങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവമാണെങ്കിൽ, ഇന്ന് രാവിലെ മാനുഷിക ഭുജങ്ങൾക്ക് മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു ഭുജമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഈ രാവിലെ ദൈവത്തെ സ്തുതിക്കുകയാണ്.